ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിനെ കുറിച്ചാണ് കേട്ടോ. നിങ്ങൾക്കറിയാം, നമ്മൾ ഇന്ന് എല്ലാ സ്ഥലത്തും എവിടെയും ഓൺലൈൻ ബിസിനസ് അല്ലെങ്കിൽ ഓൺലൈനിലൂടെ ഞാൻ ഇത്ര ക്യാഷ് ഉണ്ടാക്കി അത്ര ക്യാഷ് ഉണ്ടാക്കി. എല്ലാവർക്കും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവും വേണം. അതായത് വർക്ക് ഫ്രം ഹോം ആയിട്ട് ജോലി ചെയ്യും വേണം. അപ്പം നമുക്ക് മക്കളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് പുറത്ത് പോയി ജോലി ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടും കാര്യമൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതുപോലെ ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലൊക്കെ കാണും, ഞാൻ ഇൻസ്റ്റയിലൂടെ അല്ലെങ്കിൽ മീഷോയിലൂടെ ഇത്ര ക്യാഷ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അവർക്ക് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി അവർ നമ്മളോട് പറയും, DM ചെയ്യാൻ പറയും. അപ്പം നമ്മൾ മെസ്സേജ് ചെയ്യും. അപ്പോൾ അവർ വേറൊരു ഗ്രൂപ്പിലേക്ക് നമ്മളെ ക്ഷണിക്കും. ആ ഗ്രൂപ്പിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ ക്യാഷ് കൊടുക്കണം. അവർ ഏത് രീതിയിലൊക്കെയാണോ ക്യാഷ് ഉണ്ടാക്കാൻ കഴിയുന്നത് അതിലൂടെയൊക്കെ ക്യാഷ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാനിതുപോലൊക്കെ അങ്ങനെ നമ്മളെല്ലാവരും നോക്കണമല്ലോ, നോക്കിയ സമയത്ത് ഇങ്ങനെ അവർ മെസ്സേജ് ചെയ്യാൻ പറയും. പക്ഷേ ഞാൻ അങ്ങനെ ഗ്രൂപ്പിലൊന്നും കയറിയിട്ടില്ല. പക്ഷേ നമ്മൾ ഓരോ പ്ലാറ്റ്ഫോം വഴി അത് അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യങ്ങളാണ് കേട്ടോ ഞാനിതും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്, നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അപ്പം അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന ഒരു തരം മാർക്കറ്റിംഗ് ആണ്. അതായത് നമ്മളൊരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ട്, അതായത് സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റഗ്രാമോ അല്ലെങ്കിൽ യൂട്യൂബോ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ട് നമ്മളൊരു പ്രോഡക്റ്റിന് എന്തെങ്കിലും ഒരു കാര്യത്തെ സെല്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ സെല്ല് ചെയ്യുന്ന സമയത്ത് നമ്മളെ റെഫറൽ ലിങ്ക് വെച്ചിട്ട് അവർ പ്രോഡക്റ്റ് വാങ്ങിക്കാണെന്നുണ്ടെങ്കിൽ അതിലൊരു കമ്മീഷൻ നമുക്ക് കിട്ടും. അങ്ങനെ മാസമാകുമ്പോൾ കുറച്ചധികം ഏർണിങ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. അതായത് നമ്മൾ ഇൻസ്റ്റഗ്രാമോ അല്ലെങ്കിൽ യൂട്യൂബോ ഉപയോഗിച്ചിട്ട് നമ്മളെ വ്യൂവേഴ്സിന് ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐറ്റംസ് അവർക്ക് ഇട്ട് കൊടുക്കുകയാണ്. അവരുമായിട്ട് സെല്ല് ചെയ്യാണ് ചെയ്യുന്നത്. അത് അവർ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ റെഫറൽ ലിങ്ക് വെച്ചിട്ട് വാങ്ങിക്കുമ്പം നമുക്കതിലൊരു പങ്ക് കിട്ടും, ഒരു കമ്മീഷൻ കിട്ടും. അതാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ മറ്റുള്ളവർക്ക് ഓരോ പ്രോഡക്റ്റും പ്രൊമോട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതുവഴി നമുക്ക് മാസത്തിൽ നല്ലൊരു ഇൻകം നേടിയെടുക്കും. ഈ ഒരു അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിൽ ജോയിൻ ചെയ്യാൻ ആദ്യം നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ 1500-ലധികം ഫോളോവേഴ്സുള്ള ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 500 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനലോ ആണ് വേണ്ടത്. ഇതിലാണ് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ആളുകളെ പ്രൊമോട്ട് ചെയ്യേണ്ടത്. ഈ രണ്ടിലേതെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിൽ ജോയിൻ ചെയ്യാൻ കഴിയും. മാത്രമല്ല, നമ്മൾ ഇത് ജോയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു വിഷ് ലിസ്റ്റ് എന്നുള്ളൊരു ആപ്പും കൂടി വേണം. അതായത് നമ്മളിപ്പം പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന സമയത്ത് ഇപ്പോൾ നോർമലി നമ്മൾ എന്തെങ്കിലും മീഷോന്നോ അല്ലെങ്കിൽ ഷോപ്സിന്നോ ഫ്ലിപ്കാർട്ടിന്നോ എന്തെങ്കിലും നമ്മൾ പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാമിലോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആളുകളിലേക്ക് എത്തും. പക്ഷേ നമുക്ക് അതിൽ നിന്നൊരു ഇൻകം കിട്ടൂല. അത്യാവശ്യം നമ്മളെ അക്കൗണ്ട് റീച്ച് ആവും, അങ്ങനെയൊക്കെ ചെയ്യുമായിരിക്കും. പക്ഷേ നമുക്ക് അത് മറ്റുള്ളവർ വാങ്ങി കഴിയുമ്പോൾ നമുക്ക് ഒരു ഇൻകം കിട്ടൂല. അപ്പം ഈ ഇതുപോലെ 1500-ലധികം ഫോളോവേഴ്സുള്ള ഇൻസ്റ്റഗ്രാമോ അല്ലെങ്കിൽ 500 സബ്സ്ക്രൈബേഴ്സുള്ള യൂട്യൂബ് ചാനലോ ഉണ്ടെങ്കിൽ അതിലൂടെയാണ് ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുക. അപ്പം നോർമലി നമ്മളെല്ലാവരും പ്രോഡക്റ്റ് നമ്മൾ സ്വന്തം ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഇത് കാണിക്കുന്നുണ്ട്. അവർ സ്വന്തം ക്യാഷ് കൊടുത്തിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കണേ. അതുപോലെ നമ്മളും ഇതുപോലെ പ്രോഡക്റ്റ് വാങ്ങിക്കണേ, പിന്നെ വീഡിയോ ചെയ്യണേ, റിട്ടേൺ ചെയ്യണേ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് നമ്മളിങ്ങനെ റിട്ടേൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ നമ്പറിലുള്ള മീഷോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് ഏതാണ് ആപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് അത് ബ്ലോക്ക് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷ് ലിസ്റ്റിൽ ലിങ്ക് ചെയ്യാൻ പറയുന്നത്. ഇത്രയും ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഉണ്ടെങ്കിൽ നമുക്കത് ലിങ്ക് ചെയ്യാം. അത് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ അക്കൗണ്ട് വൈറ്റ് ലിസ്റ്റ് ആവും. വൈറ്റ് ലിസ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് റിട്ടേൺ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഓരോ പ്രോഡക്റ്റ് നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങുക, വീഡിയോ ചെയ്യുക, തിരിച്ച് നമുക്കത് റിട്ടേൺ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ റിട്ടേൺ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ ക്യാഷ് കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മൾ ഇതുപോലെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് ആളുകൾ ഇത് വാങ്ങിക്കുമ്പം ഇപ്പോൾ ഒരു 200-300 രൂപേൻ്റെ സാധനം ഒരാൾ വാങ്ങിച്ചെന്നുണ്ടെങ്കിൽ മീഷോയിലും ഫ്ലിപ്കാർട്ടിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 9% ആണ് കേട്ടോ നമുക്ക് കമ്മീഷനായിട്ട് കിട്ടുക. ആമസോണിൽ അതിലും കുറവായിട്ടാണ് കിട്ടുക. അപ്പം നമുക്ക് ക്യാഷും കിട്ടും ചെയ്യും, നമ്മളതിൽ നിന്ന് ക്യാഷ് പോവില്ല. നമുക്ക് പ്രോഡക്റ്റ് വീഡിയോ ചെയ്യാം. പിന്നെ വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല. പ്രോഡക്റ്റ് വാങ്ങിയിട്ട് വേണമെങ്കിൽ വീഡിയോ നമുക്ക് അതിൽ നിന്ന് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഈ ഒരു ആപ്പിൽ നിന്ന് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ എന്താ വെച്ചാൽ നമ്മൾ പ്രോഡക്റ്റ് വാങ്ങിയിട്ട് നമ്മൾ തന്നെ അത് വീഡിയോ ചെയ്യുമ്പോൾ നമ്മളെ ഫോളോവേഴ്സിന് കുറച്ചും കൂടി ഒരു വിശ്വസ്തത ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് അതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നുണ്ട്. ഇതാണ് കേട്ടോ സംഭവം. അല്ലാതെ നമ്മൾ നോർമലി ഇതിൽ ലിങ്ക് ചെയ്യാതെ പ്രോഡക്റ്റ് വാങ്ങി റിട്ടേൺ അയച്ചാൽ നമ്മളത് ബ്ലോക്ക് ആവുകയും ചെയ്യും. നമുക്ക് പ്രത്യേകിച്ചൊന്നും ഒരു ഏർണിങ്സ് ഒന്നും കിട്ടൂല. ഇതിൽ ലിങ്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രോഡക്റ്റ് എത്ര അൺലിമിറ്റഡ് ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് പ്രോഡക്റ്റ് വാങ്ങിയിട്ട് റിട്ടേൺ അയക്കുകയും ചെയ്യാം. നമുക്ക് അവർ ഓരോരുത്തരും വാങ്ങുന്നതിനനുസരിച്ചാണ് കേട്ടോ നമ്മളെ ഏർണിങ്സ് ഉണ്ടാവുക. നമുക്ക് ഏത് വെബ്സൈറ്റാണ് അല്ലെങ്കിൽ ഏത് ആപ്പാണ്, മീഷോയാണോ ഫ്ലിപ്കാർട്ടാണോ നൈക്കയാണോ ഏതാണോ വേണ്ടത് അതൊക്കെ നമുക്കിതിൽ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. വിഷ് ലിസ്റ്റാണ്
ആ ഒരു ആപ്പിൻ്റെ പേര്. പിന്നെ നമുക്കിതിൻ്റെ ക്യാഷ് 60 to 90 ഡേയ്സിൻ്റെ ഉള്ളിൽ, അതായത് കൺഫേം ആയിട്ട് കയറുക കേട്ടോ. അതായത് നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് വാങ്ങി, ആളുകൾ വാങ്ങി വിചാരിച്ച് നമുക്ക് ക്യാഷ് കിട്ടില്ല. വാങ്ങി ചിലപ്പം എനിക്കിഷ്ടപ്പെട്ട പ്രോഡക്റ്റ് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അവരത് നോക്കി റിട്ടേൺ ചെയ്യുന്നുണ്ടോ നോക്കിയിട്ടൊക്കെയാണ് കേട്ടോ അതിൻ്റെ ക്യാഷ് കയറുക. അതൊക്കെ റിട്ടേണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കറക്റ്റ് എത്രയാണ് അതിൻ്റെ കമ്മീഷൻ എന്നുള്ളത് അത് കറക്റ്റ് നമുക്ക് പിന്നെ മാസം എന്നുള്ളത് നമ്മളെ അക്കൗണ്ടിലേക്ക് കയറി. ഇതാണ് ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇനി കൂടുതൽ ഡീറ്റെയിൽസോ കാര്യങ്ങളോ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇനി വിഷ് ലിസ്റ്റ് ആപ്പിനെ നമുക്ക് കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാൻ അറിയുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു തരാം. അപ്പോൾ ഓക്കെ, ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എന്നാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്.